നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടോപ്പോളജി ഓഫ് കോംപ്ലക്സ് പ്ലെയിൻ ആണ്. കോംപ്ലക്സ് പ്ലെയിനിൻ്റെ ടോപ്പോളജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് സർഫസസ് ആണ്. സോ ഇവിടെ മോഡ് സെറ്റ് മൈനസ് സെറ്റ് നോട്ട് ഇങ്ങനെ പറഞ്ഞാൽ മീൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെറ്റ് നോട്ടിൽ നിന്ന് സെറ്റിലേക്കുള്ള ഡിസ്റ്റൻസ്, സെറ്റ് നോട്ട് എന്ന് പറയുന്ന ഒരു ഫിക്സഡ് പോയിന്റ്, ആ പോയിന്റിൽ നിന്ന് സെറ്റിലേക്കുള്ള ഡിസ്റ്റൻസിനെയാണ് മോഡ് സെറ്റ് മൈനസ് സെറ്റ് നോട്ട് എന്ന് പറയുന്നത്. മോഡ് സെറ്റ് മൈനസ് സെറ്റ് നോട്ട് ഈസ് ഈക്വൽ ടു ആർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് സെറ്റ് നോട്ട് എന്ന് പറയുന്ന ഫിക്സഡ് പോയിന്റിൽ നിന്ന് സെറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് എപ്പോഴും ആർ ആയിരിക്കുന്നത്. അങ്ങനെയുള്ള സെറ്റുകളുടെ കളക്ഷൻ. സെറ്റ് ബിലോങ്സ് ടു കോംപ്ലക്സ് നമ്പർ സെറ്റ് ബിലോങ്സ് ടു സി സച്ച് ദാറ്റ് മോഡ് സെറ്റ് മൈനസ് സെറ്റ് നോട്ട് ഇസ് ഈക്വൽ ടു ആർ. ഇങ്ങനെ പറഞ്ഞാൽ മീൻ ചെയ്യുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സെറ്റ് നോട്ടിൽ നിന്ന് ഒരു ആർ ഡിസ്റ്റൻസിൽ വരുന്ന പോയിന്റ്സുകളുടെ കളക്ഷൻ. സെറ്റ് നോട്ടിൽ നിന്ന് ആർ ഡിസ്റ്റൻസിൽ വരുന്ന പോയിന്റുകളുടെ കളക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ സർക്കിൾ. കാരണം സർക്കിളിനാണ് സെറ്റ് നോട്ടിൽ നിന്ന് ഒരു ഫിക്സഡ് ഡിസ്റ്റൻസിൽ ഉള്ള പോയിന്റ്സുകളുടെ കളക്ഷനാണ് സർക്കിൾ എന്ന് നമുക്കറിയാം. സോ ഈ ഒരു കളക്ഷൻ എന്ന് പറയുന്നത് സർക്കിൾ വിത്ത് സെൻറ്റർ അറ്റ് സെറ്റ് നോട്ട് ആൻഡ് റേഡിയസ് ആർ. ഇത് വെച്ചിട്ട് ഞാനൊരു ഡെഫിനിഷൻ പറയാൻ പോവുകയാണ്, വിച്ച് ഈസ് നെയ്ബർഹുഡ്. നെയ്ബർഹുഡ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ സെറ്റ് നോട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദി നമ്മളൊരു എപ്സിലോൺ നെയ്ബർഹുഡാണ് പറയുന്നത്. എപ്സിലോൺ നെയ്ബർഹുഡ് ഓഫ് എ പോയിന്റ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ സെറ്റ് നോട്ട് ഈസ് ദി കളക്ഷൻ ഓഫ് പോയിന്റ്സ് വിച്ച് സാറ്റിസ്ഫൈസ് മോഡ് സെറ്റ് മൈനസ് സെറ്റ് നോട്ട് ലെസ് ദാൻ ആർ. അതായത് ഈ വരച്ച സർക്കിളിൻ്റെ ഇൻറ്റീരിയർ, ബൗണ്ടറി ഇല്ല, ഇൻറ്റീരിയർ മാത്രം, ഈ ഔട്ട്ലൈൻ ഇല്ല, ഇതിൻ്റെ അകത്തുള്ള മോഡ് സെറ്റ് മൈനസ് സെറ്റ് നോട്ട് ലെസ് ദാൻ എപ്സിലോൺ, ഈ റേഡിയസ് എപ്സിലോൺ ആയിട്ടുള്ള ഒരു ഇതൊരു ഡിസ്ക് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു സർക്കുലർ റീജിയൻ എന്ന് പറയാം. സർക്കുലർ റീജിയൻ ഇൻക്ലൂഡിങ് ദി പോയിന്റ് സെറ്റ് നോട്ട് ബട്ട് എക്സ്ക്ലൂഡിങ് ദി ബൗണ്ടറി. അതിനെയാണ് എപ്സിലോൺ നെയ്ബർഹുഡ് എന്ന് പറയുന്നത്. നമ്മൾ ഇനി കുറേ ഡെഫിനിഷൻ പറയുന്ന സമയത്തൊക്കെ ഈ എപ്സിലോൺ നെയ്ബർഹുഡ് യൂസ് ചെയ്യും. അതുപോലെ നമുക്ക് വേണ്ട മറ്റൊരു നെയ്ബർഹുഡാണ് 0 ലെസ് ദാൻ മോഡ് സെറ്റ് മൈനസ് സെറ്റ് നോട്ട് ലെസ് ദാൻ എപ്സിലോൺ. ഇത് പറഞ്ഞാൽ മീൻ ചെയ്യുന്ന നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, പക്ഷെ അതിൽ ഈ സെറ്റ് നോട്ട് ഒഴിവാക്കുന്നു. ഈ പോയിന്റ് ഇല്ല, ഈ പോയിന്റ് ഒഴിച്ച് ബാക്കിയുള്ള സർക്കിളിലെ ഡിസ്കിലെ പോയിന്റ്സ്, അതായത് മോഡ് സെറ്റ് മൈനസ് സെറ്റ് നോട്ട് ലെസ് ദാൻ എപ്സിലോണും ആവണം, മോഡ് സെറ്റ് മൈനസ് സെറ്റ് നോട്ട് ഗ്രേറ്റർ ദാൻ 0യും ആവണം. സോ ഈ നെയ്ബർഹുഡിനെ പറയുന്ന പേരാണ് ഡിലീറ്റഡ് നെയ്ബർഹുഡ്. കാരണം അവിടെ സെൻറ്റർ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അതിന് ഡിലീറ്റഡ് നെയ്ബർഹുഡ് എന്ന് പറയും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മോഡ് സെറ്റ് ലെസ് ദാൻ 1. മോഡ് സെറ്റ് ലെസ് ദാൻ 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിസ് ഇസ് എ നെയ്ബർഹുഡ് ഓഫ് ഒറിജിൻ. ഇവിടെ മോഡ് സെറ്റ് മൈനസ് 0 ലെസ് ദാൻ 1 എന്ന് എഴുതാം. അതായത് സെൻറ്റർ 0 ആവുന്ന റേഡിയസ് 1 ഉള്ള ഒരു യൂണിറ്റ് ഡിസ്ക് ആണിത്. യൂണിറ്റ് ഡിസ്ക്, ബൗണ്ടറി ഇല്ല, അതിൻ്റെ ഉൾവശം, അതാണ് മോഡ് സെറ്റ് ലെസ് ദാൻ 1. ഈ ലെങ്ത് 1 ആണ്, മോഡ് സെറ്റ് ലെസ് ദാൻ 1. 0 ലെസ് ദാൻ മോഡ് സെറ്റ് ലെസ് ദാൻ 1 എന്ന് പറഞ്ഞാൽ ഡിലീറ്റഡ് നെയ്ബർഹുഡ് ഓഫ് 0. അതെന്ന് പറയുമ്പോൾ ഇതിൽ ഈ സെൻറ്ററിലുള്ള ഈ പോയിന്റ് മാത്രമില്ല, ബാക്കി ഈ ഡിസ്കിൽ വരുന്ന പോയിന്റ്സുകൾ, സെൻറ്ററിലുള്ള പോയിന്റ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിനെയാണ് ഡിലീറ്റഡ് നെയ്ബർഹുഡ് എന്ന് പറയുന്നത്. ഇത് ഡിലീറ്റഡ് നെയ്ബർഹുഡിന് എക്സാമ്പിളാണ്. ഇപ്പം മോഡ് സെറ്റ് മൈനസ് 3 പ്ലസ് 4i ലെസ് ദാൻ 0.01 ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുക. മൈനസ് പുറത്തെടുക്കുക, അപ്പോൾ 3 മൈനസ് 4i ലെസ് ദാൻ 0.01. ഇവിടെ എപ്സിലോൺ എന്ന് പറയുന്നത് 0.01 ആണ്, സെറ്റ് നോട്ട് എന്ന് പറയുന്നത് ഇതാണ്. സോ സെറ്റ് നോട്ട് സെൻറ്റർ ആയിട്ട് 3 മൈനസ് 4i എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 1 2 3 മൈനസ് എന്ന് പറയുമ്പോൾ താഴത്തേക്ക് വരും. ഇവിടെ ഇത് സെൻറ്റർ ആയിട്ട് 0.01 റേഡിയസ് ഉള്ള ഒരു
സർക്കുലർ റീജിയൻ അല്ലെങ്കിൽ ഡിസ്ക്. ഇതാണ് മോഡ് z-3 + 4i less than 0.01 റെപ്രസെൻ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സ്റ്റീരിയർ പോയിന്റ്, ഇൻറ്റീരിയർ പോയിന്റ്, ബൗണ്ടറി പോയിന്റ് ഇവയൊക്കെയാണ്. ഫസ്റ്റ് തന്നെ നമുക്ക് ഇൻറ്റീരിയർ പോയിന്റ് ഡിഫൈൻ ചെയ്യാം. ഒരു നോൺ എംപ്റ്റി സെറ്റ് ഉണ്ട്, കോംപ്ലക്സ് പ്ലെയിനിൻ്റെ ഒരു സബ്സെറ്റ് ആണ് എസ്, സബ്സെറ്റ് ഓഫ് കോംപ്ലക്സ് പ്ലെയിൻ. ഒരു പോയിന്റ് സെറ്റ് നോട്ട് is said to be an interior point of S if there exists a neighborhood with center set naught that contains only point of S. Only points of S. സെറ്റ് നോട്ടിന് എസിൻ്റെ ഇൻറ്റീരിയർ പോയിന്റ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സെറ്റ് നോട്ടിൻ്റെ ഒരു നെയ്ബർഹുഡ് കിട്ടണം, സച്ച് ദാറ്റ് ആ നെയ്ബർഹുഡിൽ ഉള്ള പോയിന്റ്സുകളൊക്കെ എസിലെ പോയിന്റ്സുകളായിരിക്കണം. എല്ലാ പോയിന്റ്സുകളും എക്സിലെ പോയിന്റ്സുകളായിരിക്കണം. അങ്ങനെ ഒരു നെയ്ബർഹുഡെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഇൻറ്റീരിയർ പോയിന്റ് എന്ന് പറയും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ എസ് എന്ന് പറയുന്ന സെറ്റ് ഓഫ് ഓൾ സെറ്റ് സച്ച് ദാറ്റ് 2 ലെസ് ദാൻ മോഡ് സെറ്റ് ലെസ് ദാൻ 4 ഇത് എടുക്കുന്നു. ഇത് മീൻ ചെയ്യുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മോഡ് സെറ്റ് ഈസ് ലെസ് ദാൻ 4 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 4 റേഡിയസ് ഉള്ള സർക്കിളാണ്. 4 റേഡിയസ് ഉള്ള സർക്കിളിൻ്റെ ഇൻറ്റീരിയർ ആണ്. സോ ഇത് 4 ആണെന്ന് വിചാരിക്കുക. അപ്പം ബൗണ്ടറി ഇല്ല, ഇങ്ങനെ ഡോട്ടഡ് ലൈനാണ്. അതായത് ഡോട്ടഡ് ലൈൻ മീൻ ചെയ്യുന്നത് ഈ പുറത്തത്തെ ഈ ബൗണ്ടറി ഇല്ല എന്നാണ്, ഇതിൻ്റെ അകത്തുള്ള ഏരിയയാണ്. അതുപോലെ മോഡ് സെറ്റ് ഗ്രേറ്റർ ദാൻ 2, മോഡ് സെറ്റ് ഗ്രേറ്റർ ദാൻ 2 കിട്ടാൻ വേണ്ടിയിട്ട് മോഡ് സെറ്റ് ഈക്വൽ ടു 2 വരയ്ക്കുക. ഇതാണ് മോഡ് സെറ്റ് ഈക്വൽ ടു 2 യൂണിറ്റ്സ് ഉള്ള റേഡിയസ് ഉള്ള സർക്കിൾ. മോഡ് സെറ്റ് ഗ്രേറ്റർ ദാൻ 2 ആണ്. ഗ്രേറ്റർ ദാൻ 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പുറത്തേക്കുള്ള മൊത്തം വരും. അപ്പോൾ രണ്ടും കൂടി സാറ്റിസ്ഫൈ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയ. ഇതിൽ ഇതും ഡോട്ടഡ് ലൈൻസ് ആണ്. ഓക്കെ, ഈ ഒരു ഏരിയനെ സർക്കുലർ ആനുലസ് എന്ന് പറയും, അല്ലെങ്കിൽ സർക്കുലർ റിംഗ് എന്ന് പറയും. ഇതിൽ ഇൻറ്റീരിയർ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലത്തെ ഒരു പോയിന്റ്, ഞാൻ ഇവിടെ ഒരു പോയിന്റ് എടുത്തു, അത് ഇൻറ്റീരിയർ പോയിന്റ് ആവണമെന്നുണ്ടെങ്കിൽ ആ എസിൻ്റെ ഇൻറ്റീരിയർ പോയിന്റ് ആവണമെന്നുണ്ടെങ്കിൽ അതിന് ഒരു നെയ്ബർഹുഡെങ്കിലും കിട്ടണം, സച്ച് ദാറ്റ് അതിൽ എസിലെ പോയിന്റ്സ് മാത്രമായിരിക്കണം. സോ ഇത് ഒരു ഇൻറ്റീരിയർ പോയിന്റ് അല്ല എന്ന് മനസ്സിലായി. ഞാൻ ഇവിടെ ഒരു പോയിന്റ് എടുക്കുന്നു. ഇവിടെ ഒരു പോയിന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു നെയ്ബർഹുഡ് കിട്ടും. ഈ നെയ്ബർഹുഡിൽ എസിലെ പോയിന്റ്സ് മാത്രമാണ്. ഞാൻ ഇവിടെ ഒരു പോയിന്റ് എടുക്കുന്നു, ബൗണ്ടറിയിലല്ല, ബൗണ്ടറീൻ്റെ അകത്ത് ഒരു പോയിന്റ് എടുത്താൽ എനിക്ക് വളരെ ചെറുതായിട്ടൊരു നെയ്ബർഹുഡ് കിട്ടും, സച്ച് ദാറ്റ് കണ്ടെയ്ൻസ് ഓൺലി പോയിന്റ്സ് ഓഫ് എസ്. പക്ഷേ ഈ ബൗണ്ടറിയിലുള്ള അതായത് മോഡ് സെറ്റ് ഈസ് ഈക്വൽ ടു 4 ഇങ്ങനെ ഒരു പോയിന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഏത് നെയ്ബർഹുഡ് എടുത്തിട്ടുണ്ടെങ്കിലും അതിൽ എക്സിൽ ഇല്ലാത്ത പോയിന്റ്സ് കിട്ടും. സോ അത് ഒരു ഇൻറ്റീരിയർ പോയിന്റ് അല്ല. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഞാൻ ഈ മോഡ് സെറ്റ് ഈക്വൽ ടു 2 എന്നുള്ളതിൽ ഒരു പോയിന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഏത് നെയ്ബർഹുഡ് എടുത്തിട്ടുണ്ടെങ്കിലും അതിൽ എസിൽ ഇല്ലാത്ത പോയിന്റ്സും വരുന്നുണ്ട്. സോ ഇതൊന്നും ഇൻറ്റീരിയർ പോയിന്റ് അല്ല. ഇൻറ്റീരിയർ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന 2 ലെസ് ദാൻ മോഡ് സെറ്റ് ലെസ് ദാൻ 4 സാറ്റിസ്ഫൈ ചെയ്യുന്ന ഈ പോയിന്റ്സുകളാണ് ഈ കേസിൽ എസിൻ്റെ ഇൻറ്റീരിയർ പോയിന്റ്. ഞാനിതിന് പകരം വേറൊരു സെറ്റ് കൺസിഡർ ചെയ്യാണ്. S1 is equal to set of all set such that mod z less than or equal to 1. ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ യൂണിറ്റ് സർക്കിൾ ആണ്, വിത്ത് ബൗണ്ടറി ആണ്. ഈ കേസിൽ ഇൻറ്റീരിയർ പോയിന്റ്സ് എന്ന് വെച്ചാൽ ഈ ബൗണ്ടറിയിലുള്ളൊരു പോയിന്റ് എടുത്താൽ ഇൻറ്റീരിയർ പോയിന്റ് അല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഏതൊരു നെയ്ബർഹുഡ് എടുത്തിട്ടുണ്ടെങ്കിലും നമുക്ക് എസിൽ ഇല്ലാത്ത പോയിന്റ്സുകൾ കിട്ടും. സോ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം, ഇതിൻ്റെ ഇൻറ്റീരിയർ പോയിന്റ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ സെറ്റ് ഓഫ് ഓൾ സെറ്റ് സച്ച് ദാറ്റ് മോഡ് സെറ്റ് ലെസ് ദാൻ 1 ഇങ്ങനെയായിട്ടുള്ള പോയിന്റ്സുകളായിരിക്കും ഇവിടെ ഇൻറ്റീരിയർ
പോയിൻറ്റ്സ്. സോ ഒരു സെറ്റിലെ എല്ലാ പോയിൻറ്റ്സും ഇൻറ്റീരിയർ പോയിൻ്റ് ആവണമെന്നില്ല എന്ന് ഇപ്പോൾ ഈ എക്സാമ്പിളിൽ നിന്ന് മനസ്സിലായി. ഈ എക്സാമ്പിളിൽ കുറച്ച് പോയിൻറ്റ്സുകൾ, അതായത് ബൗണ്ടറിയിലുള്ള പോയിൻറ്റ്സുകളൊന്നും ഇൻറ്റീരിയർ പോയിൻറ്റ്സ് അല്ല. ഇനി അടുത്ത കൺസെപ്റ്റ് എക്സ്റ്റീരിയർ പോയിൻ്റ്. എക്സ്റ്റീരിയർ പോയിൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പോയിൻ്റ്, എക്സ്റ്റീരിയർ പോയിൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പോയിൻ്റ് സെറ്റ് നോട്ടിനെ എക്സ്റ്റീരിയർ പോയിൻ്റ് ഓഫ് ദി സെറ്റ് എസ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇഫ് ദർ എക്സിസ്റ്റ് എ നെയ്ബർഹുഡ് വിത്ത് സെൻറ്റർ സെറ്റ് നോട്ട് വിച്ച് കണ്ടെയ്ൻ നോ പോയിൻറ്റ്സ് ഓഫ് എസ്. അതായത് ഒരു പോയിന്റ് സെറ്റ് നോട്ട് എക്സ്റ്റീരിയർ പോയിന്റ് ആവണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു കണ്ടുപിടിക്കാൻ പറ്റണം. എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ എസ്സിലെ പോയിന്റ്സ് ഒന്നും കണ്ടെയ്ൻ ചെയ്യാത്ത ഒരു നെയ്ബർഹുഡെങ്കിലും നമുക്ക് കിട്ടിയാൽ അത് എക്സ്റ്റീരിയർ പോയിന്റ് ആയിരിക്കും. ഒന്നുകൂടി പറയാം, ഒരു പോയിന്റ് സെറ്റ് നോട്ട് എക്സ്റ്റീരിയർ പോയിന്റ് ഓഫ് എ സെറ്റ് എസ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു നെയ്ബർഹുഡെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റണം സച്ച് ദാറ്റ് ആ നെയ്ബർഹുഡിൽ എസ്സിലെ ഒരു പോയിന്റ്സും ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു പോയിന്റാണ് എക്സ്റ്റീരിയർ പോയിന്റ്. അതായത് ഈ ഒരു എക്സാമ്പിളിലാണെങ്കിൽ ഞാൻ ഇതിൻ്റെ ബൗണ്ടറിയിലുള്ളൊരു പോയിന്റ് എടുത്തു. ബൗണ്ടറിയിലുള്ള പോയിന്റ് എടുത്തിട്ട് എങ്ങനെ നെയ്ബർഹുഡ് എടുത്തിട്ടുണ്ടെങ്കിലും ആ നെയ്ബർഹുഡിൽ എസ്സിലെ ഒരു പോയിന്റെങ്കിലും എന്തായാലും ഉണ്ടാകും. എസ്സിലെ ഒരു പോയിന്റ് അല്ല, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോയിന്റ്സ് എക്സിസ്റ്റ് ചെയ്യും. അതുകൊണ്ട് ഈ പോയിന്റ്സ് ഒന്നും എക്സ്റ്റീരിയർ പോയിന്റ് അല്ല. പിന്നെ അകത്തുള്ളതൊക്കെ ഇൻറ്റീരിയർ പോയിന്റാണ് നമ്മൾ നേരത്തെ കണ്ടു. അതിലൊക്കെ ഏത് നെയ്ബർഹുഡ് എടുത്തിട്ടുണ്ടെങ്കിലും എസ്സിലെ പോയിന്റ്സുകൾ അതിൽ ഉണ്ടാകും. അതുകൊണ്ട് അതൊന്നും എക്സ്റ്റീരിയർ പോയിന്റ് അല്ല. ഇതിൻ്റെ പുറത്തെടുക്കുക, മോഡ് സെറ്റ് ഗ്രേറ്റർ ദാൻ 1 ആയിട്ട് ഇതിൻ്റെ നെയ്ബർഹുഡ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൽ എസ്സിലെ ഒരു പോയിന്റ്സും ഇല്ല. ഇവിടെ ഇതിനോട് അടുപ്പിച്ചിട്ടൊരു പോയിന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ചെറിയൊരു നെയ്ബർഹുഡ് കിട്ടും സച്ച് ദാറ്റ് ആ നെയ്ബർഹുഡിൽ എസ്സിലെ പോയിന്റ്സ് ഒന്നും കിട്ടാതെ. അതായത് മോഡ് സെറ്റ് ഗ്രേറ്റർ ദാൻ 1 ആയിട്ടുള്ള എല്ലാ പോയിന്റ്സുകളും ഈ കേസിൽ എക്സ്റ്റീരിയർ പോയിന്റ്സ് ആയിരിക്കും. ഇതിൻ്റെ കേസിലാണെങ്കിൽ എക്സ്റ്റീരിയർ പോയിന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് പുറത്തുള്ള ഏത് പോയിന്റ് എടുത്തിട്ടുണ്ടെങ്കിലും, മോഡ് സെറ്റ് ഗ്രേറ്റർ ദാൻ 4 ആയിട്ടുള്ള ഏത് പോയിന്റ്സ് എടുത്തിട്ടുണ്ടെങ്കിലും നമുക്കൊരു നെയ്ബർഹുഡ് കിട്ടും സച്ച് ദാറ്റ് ആ നെയ്ബർഹുഡിലെ എസ്സിലെ പോയിന്റ്സ് ഒന്നും കണ്ടെയ്ൻ ചെയ്യാതിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻസൈഡിൽ, അതായത് മോഡ് സെറ്റ് ലെസ് ദാൻ 2 ആയിട്ടുള്ള പോയിന്റ്സുകൾ എടുത്താലും എസ്സിലെ പോയിന്റ്സ് ഇല്ലാത്ത നെയ്ബർഹുഡുകൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ ഇവിടെ എക്സ്റ്റീരിയർ പോയിന്റ്സുകളുടെ കളക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെറ്റ് ഓഫ് ഓൾ സെറ്റ് സച്ച് ദാറ്റ് മോഡ് സെറ്റ് ഗ്രേറ്റർ ദാൻ 4 ഈക്വൽ ടു കൊടുക്കുന്നത് ഗ്രേറ്റർ ദാൻ 4 ആൻഡ് മോഡ് സെറ്റ് ലെസ് ദാൻ 2. ഈ ബൗണ്ടറിയിൽ വരുന്ന ഈ പോയിന്റ്സുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൽ എസ്സിലെ പോയിന്റ്സുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് അത് എക്സ്റ്റീരിയർ പോയിന്റ്സ് അല്ല. ഇപ്പം നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത രണ്ട് കേസും കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൽ ഇൻറ്റീരിയർ പോയിന്റും എക്സ്റ്റീരിയർ പോയിന്റും അല്ലാത്ത പോയിന്റ്സുകളെയും കാണാം. ഇവിടെ ഈ എക്സാമ്പിളിലാണെങ്കിൽ ഈ ബൗണ്ടറിയിലുള്ള പോയിന്റ്സിനെ കുറിച്ച് നമ്മളൊന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ അതുപോലെ തന്നെ ഈ ബൗണ്ടറിയിലും ഉള്ള പോയിന്റ്സ് ഇൻറ്റീരിയർ പോയിന്റ്സും അല്ല, എക്സ്റ്റീരിയർ പോയിന്റ്സും അല്ല. അപ്പോൾ ഒരു സെറ്റിലെ ഇൻറ്റീരിയർ പോയിന്റും എക്സ്റ്റീരിയർ പോയിന്റ്സും അല്ലാത്ത പോയിന്റ്സിനെ ബൗണ്ടറി പോയിന്റ്സ് എന്നുള്ള പേരിട്ടിട്ടാണ് വിളിക്കുന്നത്. സോ ഇവിടുത്തെ ബൗണ്ടറി പോയിന്റ്സ് ഇതാണ്. ഈ മോഡ് സെറ്റ് ഈക്വൽ ടു 1 ആകുന്ന കേസിലല്ലേ. ഇവിടുത്തെ ബൗണ്ടറി പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ മോഡ് സെറ്റ് ഈക്വൽ ടു 2 ആകുന്നതും മോഡ് സെറ്റ് ഈക്വൽ ടു 4 ആകുന്നതും ഇവിടുത്തെ ബൗണ്ടറി പോയിന്റ്സ് ആണ്. ഒരു സെറ്റിൻ്റെ ബൗണ്ടറി എന്ന് പറഞ്ഞാൽ ആ സെറ്റിലുള്ള എല്ലാ ബൗണ്ടറി പോയിന്റ്സുകളുടെയും കളക്ഷനെയാണ് അതിൻ്റെ ബൗണ്ടറി എന്ന് പറയുന്നത്. ഇവിടെയാണെങ്കിൽ ഇതാണ് സെറ്റ് ഈക്വൽ ടു 4, മോഡ് സെറ്റ് ഈക്വൽ ടു 2. ഇതാണ് ഇതിൻ്റെ ബൗണ്ടറി. ഇതിൻ്റെ ബൗണ്ടറി എന്ന് പറഞ്ഞാൽ സെറ്റ് സച്ച് ദാറ്റ് മോഡ് സെറ്റ് ഈക്വൽ ടു 1. അതാണ് ഈ സെറ്റിൻ്റെ ബൗണ്ടറി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഓപ്പൺ സെറ്റ്.
ഒരു സെറ്റ് ഓപ്പൺ ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആ സെറ്റ് ഇഫ് എവറി പോയിന്റ് ഓഫ് എ സെറ്റ് ഈസ് എൻ ഇൻറ്റീരിയർ പോയിന്റ് ദെൻ ഇറ്റ് ഈസ് കോൾഡ് ആൻ ഓപ്പൺ സെറ്റ്. ഒരു സെറ്റിലെ എല്ലാ പോയിന്റ്സും ഇൻറ്റീരിയർ പോയിന്റ്സ് ആണെങ്കിൽ അതിനെ ഓപ്പൺ സെറ്റ് എന്ന് പറയും. മറ്റു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സെറ്റിലെ ബൗണ്ടറി പോയിന്റ്സ് ഒന്നും ആ സെറ്റ് കണ്ടെയ്ൻ ചെയ്യുന്നില്ലെങ്കിൽ അത് ഓപ്പൺ സെറ്റ് ആയിരിക്കും. ഇപ്പം നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത സെറ്റ് 2 <, മോഡ് സെറ്റ് <4 ഇത് ഓരോ ഓപ്പൺ സെറ്റാണ്. റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഉള്ള എല്ലാ പോയിന്റ്സും ഇൻറ്റീരിയർ പോയിന്റ്സ് ആണ്. അതിന് പകരം ഞാൻ 2 <= എന്ന് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതിൽ ഈ ബൗണ്ടറി പോയിന്റ്സ് വരും. മോഡ് സെറ്റ് = 2 എന്നുള്ള ഈ ബൗണ്ടറി പോയിന്റ്സ് കൂടി വരും. അപ്പോൾ അത് ഓപ്പൺ സെറ്റ് അല്ല. ഇങ്ങനെയാവുന്ന സമയത്ത് ഓപ്പൺ ആണ്. ഇവിടെ ഒരു ലൈൻ ഇട്ട് കഴിഞ്ഞാൽ ഇക്വാലിറ്റി വന്നാൽ അവിടെ ബൗണ്ടറി പോയിന്റ്സ് വരും. അപ്പോൾ അത് ഓപ്പൺ സെറ്റ് അല്ല. ഈ എക്സാമ്പിളും ഓപ്പൺ സെറ്റ് അല്ല. ഇതിന് പകരം മോഡ് സെറ്റ് <1 എന്നായിരുന്നെങ്കിൽ ഇത് ഓപ്പൺ സെറ്റ് ആയിരിക്കും. മറ്റൊരു എക്സാമ്പിൾ നമ്മൾ കോംപ്ലക്സ് പ്ലെയിനിൽ നിന്ന് സെറ്റ് നോട്ട് എന്ന് പറയുന്ന പോയിന്റ് മാത്രം റിമൂവ് ചെയ്തിട്ടുള്ള സെറ്റ്, അതിനെ പങ്ക്ചേർഡ് പ്ലെയിൻ എന്നാണ് പറയുക. പങ്ക്ചേർഡ് പ്ലെയിൻ അതൊരു ഓപ്പൺ സെറ്റാണ്. കാരണം അതിലുള്ള എല്ലാ പോയിന്റ്സും ഇൻറ്റീരിയർ പോയിന്റ് ആണ്. സെറ്റ് നോട്ട് എന്ന് പറയുന്നത് അതിൻ്റെ ബൗണ്ടറി പോയിന്റ് ആണ്. ആ സെറ്റിന് ഒരു എക്സ്റ്റീരിയർ പോയിന്റ് ഇല്ല. ആ സെറ്റിലുള്ള എല്ലാ പോയിന്റ്സുകളും ഇൻറ്റീരിയർ പോയിന്റ്സ് ആയതിനാൽ അതിനെ ഓപ്പൺ സെറ്റ് എന്ന് പറയും. സോ പങ്ക്ചേർഡ് പ്ലെയിൻ ഈസ് ആൻ ഓപ്പൺ സെറ്റ്. ഇവിടെ ഞാൻ 2 എക്സാമ്പിൾസ് എഴുതിയിട്ടുണ്ട്. ഒന്ന് ഫസ്റ്റത്തത് ഈ ആനുലസ് ആണ്. അതായത് z സച്ച് ദാറ്റ് 1 മോഡ് z <3. ഈക്വാലിറ്റി ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. സോ അത് ഈ ഒരു ഏരിയയാണ്. ഈ ആനുലസ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്ന സെറ്റ്. ഞാനിവിടെ 2 പോയിന്റ്സ്, ഞാൻ ഇവിടെ ഒരു പോയിന്റ് ഇവിടെ ഒരു പോയിന്റും എടുത്തു. ഇതിനെ എനിക്ക് ഇങ്ങനെ പോളിഗണൽ ലൈൻസ് ജോയിൻ ടു ഒന്നിനോട് ടച്ച് ചെയ്തിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്തിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ഇതിനെയും കൂടിയിട്ട് ഈ പോളിഗണൽ ലൈൻസ് ഉപയോഗിച്ചിട്ട് കണക്ട് ചെയ്തു. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇങ്ങനെ ലൈൻസ് വെച്ചിട്ട് പോളിഗണൽ ലൈൻസ് വെച്ചിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ ഈ പോളിഗണൽ ലൈൻസ് നമ്മളെ സെറ്റിൻ്റെ അകത്ത് എൻറ്റയർലി കണ്ടെയ്ൻഡ് ഇരുന്നാണ്. ഒരു ഭാഗവും ഇതിൻ്റെ പുറത്തേക്ക് പോകുന്നില്ല. അതിന് പകരം ഞാൻ ഇവിടെ ഒരു പോയിന്റ്, ഈ എക്സാമ്പിൾ പറഞ്ഞില്ല. ഈ എക്സാമ്പിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെറ്റ് ഓഫ് ഓൾ സെറ്റ് സച്ച് ദാറ്റ് മോഡ് സെറ്റ് <= 1 ഓർ മോഡ് സെറ്റ് <= 3. മോഡ് സെറ്റ് <= 3 എന്ന് പറഞ്ഞാൽ ഈ പുറമേ ഉള്ള ഈ ഭാഗം, മോഡ് സെറ്റ് <= 1 എന്ന് പറഞ്ഞാൽ ഈ അകത്തുള്ള ഭാഗം. ഇതാണ് സെറ്റ്. ഇപ്പോൾ ഈ ഷെയ്ഡ് ചെയ്ത ഈ ഇത്രയും പോർഷനാണ് നമ്മുടെ സെറ്റ് എക്സ്. ഞാൻ ഇവിടെ ഒരു പോയിന്റ് ഇവിടെ ഒരു പോയിന്റും കൺസിഡർ ചെയ്തു. ഇത് കൺസിഡർ ചെയ്താൽ ഇതിനെ എനിക്ക് പോളിഗണൽ ലൈൻസ് ഉപയോഗിച്ചിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമോ നോക്കുക. വെറുതെ കണക്ട് ചെയ്താൽ പോരാ, ആ കണക്ഷൻ ആ പോളിഗണൽ ലൈൻസ് നമ്മുടെ സെറ്റിൽ എൻറ്റയർലി കണ്ടെയ്ൻഡ് ആയിരിക്കണം. അപ്പം നമുക്കറിയാം ഇവിടുന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് ടച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ കൂടെ ഈ ഒരു ഏരിയയിൽ കൂടെ കടന്നു പോയേ പറ്റുള്ളൂ. അപ്പം നമുക്ക് ഒരിക്കലും ഇതിനെ നമ്മളെ സെറ്റിൽ കണ്ടെയ്ൻഡ് ആയിക്കൊണ്ടുള്ള പോളിഗണൽ ലൈൻസ് വെച്ചിട്ട് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റില്ല. സോ ഇവിടെ ഒരു പുതിയൊരു കൺസെപ്റ്റ് കിട്ടുകയാണ്. ഇവിടെ നമുക്ക് അങ്ങനെ സാധിക്കുന്നുണ്ട്. ഇവിടെ ഏത് പോയിന്റ്സ് എടുത്തിട്ടുണ്ടെങ്കിലും ഇങ്ങനെ നമുക്ക് ജോയിൻ ചെയ്യാം. സോ കണക്റ്റഡ് സെറ്റ് എന്നുള്ളൊരു നോഷനാണ് ഇതിൽ നിന്ന് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. കണക്റ്റഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ, കണക്റ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സെറ്റ് കണക്റ്റഡ് ആണ് അല്ലെങ്കിൽ കണക്റ്റഡ് സെറ്റ് ആണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇഫ് എനി 2 പോയിന്റ്സ് ഓഫ് എ ഗിവൻ സെറ്റ് എസ് ക്യാൻ ബി ജോയിൻഡ് ബൈ എ പോളിഗണൽ ലൈൻ consisting of a finite number of line segments joined end to end such that polygonal lines lies completely within S. അങ്ങനെയാണെങ്കിലാണ് എസിനെ കണക്റ്റഡ് ആണ് എന്ന് പറയുക. അപ്പോൾ ഇത് നോട്ട് കണക്റ്റഡ് ആണ്, ഇത് കണക്റ്റഡ് സെറ്റിന് എക്സാമ്പിൾ ആണ്. ഇതിന് പകരം ഈ മോഡ് സെറ്റ് <= 1 ഇല്ലാതെ ഇങ്ങനെ മാത്രമാണെന്ന് വിചാരിക്കുക. മോഡ് സെറ്റ് <= 3 അത് കണക്റ്റഡ് ആയിരിക്കും. കാരണം ഈ ഒരു പുറത്തത്തെ റീജിയൻ മാത്രമേ വരുന്നുള്ളൂ. സോ ആ കേസിൽ അത്
കണക്റ്റഡ് ആയിരിക്കും. നെക്സ്റ്റ് ഡൊമെയിൻ. ഡൊമെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കണക്റ്റഡ് ഓപ്പൺ സെറ്റിനെയാണ് ഡൊമെയിൻ എന്ന് പറയുന്നത്. ഒരു കോംപ്ലക്സ് പ്ലെയിനിൻ്റെ കണക്റ്റഡ് ഓപ്പൺ സബ്സെറ്റിനെ ഡൊമെയിൻ എന്ന് വിളിക്കും. കണക്റ്റഡും ആയിരിക്കണം ഓപ്പണും ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ അതിനെ ഒരു ഡൊമെയിൻ എന്ന് പറയും. ഇവിടെ നമ്മൾ ഈ ഒരു എക്സാമ്പിൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത് ഓപ്പൺ അല്ല, കണക്റ്റഡ് ആണ് പക്ഷെ ഓപ്പൺ അല്ല, അതുകൊണ്ട് ഇത് ഡൊമെയിൻ അല്ല. ഇതിന് പകരം ഞാൻ മോഡ് സെറ്റ് ഇങ്ങനെ ആക്കുന്നു, 1 ലെസ് ദാൻ മോഡ് സെറ്റ് ലെസ് ദാൻ 3. ഇത് കണക്റ്റഡ് ആണ് ഓപ്പണും ആണ്, സോ ഇതൊരു ഡൊമെയിൻ ആണ്. മോഡ് സെറ്റ് സച്ച് ദാറ്റ് മോഡ് സെറ്റ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3. ഇത് ഓപ്പൺ അല്ല, കണക്റ്റഡ് ആണ് പക്ഷെ ഓപ്പൺ അല്ല. ഇതിന് പകരം ഇത് മോഡ് സെറ്റ് ഗ്രേറ്റർ ദാൻ 3 ഇങ്ങനെയാകുകയാണെങ്കിൽ അത് ഡൊമെയിൻ ആണ്. അതുപോലെ റിയൽ സെറ്റ് നോട്ട് ഈക്വൽ ടു 4 എന്ന് പറഞ്ഞാൽ റിയൽ സെറ്റ് എക്സ് നോട്ട് ഈക്വൽ ടു 4 ആകുക. എക്സ് നോട്ട് ഈക്വൽ ടു 4 ആകുന്ന കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ കളക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ് ഈക്വൽ ടു 4 എന്ന് പറയുന്ന ഈ ലൈൻ, എക്സ് ഈക്വൽ ടു 4 എന്ന് പറയുന്ന ഈ ലൈൻ ഒഴിച്ച് ബാക്കിയുള്ള ഏരിയ, അതായത് ഈ പാർട്ടും ഇത് മാത്രം, ഈ ഒരു ലൈൻ മാത്രം ഒഴിവാക്കുക കോംപ്ലക്സ് പ്ലെയിനിൽ. അതാണ് റിയൽ സെറ്റ് നോട്ട് ഈക്വൽ ടു 4. അത് ഓപ്പൺ ആണ്, കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സെറ്റിൻ്റെ ബൗണ്ടറി എന്ന് പറയുന്നത് ഈ ലൈനാണ് ബൗണ്ടറി പോയിന്റ്സ്. ഈ ബൗണ്ടറി പോയിന്റ്സ് സെറ്റിൽ വരുന്നില്ല, അതുകൊണ്ട് ഇത് ഓപ്പൺ ആണ്. പക്ഷേ ഇത് കണക്റ്റഡ് അല്ല. നമുക്ക് ഇവിടെ ഒരു പോയിന്റ് ഇവിടെ ഒരു പോയിന്റും എടുത്തിട്ട് പോളിഗണൽ ലൈൻസ് വെച്ചിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല. കണക്ട് ചെയ്യുമ്പം എൻറ്റയർലി സെറ്റിൽ കണ്ടെയ്ൻഡ് ആവണം. പക്ഷേ ഇത് ഇതിൽ കൂടി പാസ് ചെയ്യുന്നത് കൊണ്ട് എൻറ്റയർലി കണ്ടെയ്ൻഡ് അല്ല. സോ നമുക്ക് പറയാൻ പറ്റും റിയൽ സെറ്റ് നോട്ട് ഈക്വൽ ടു 4 ഈസ് നോട്ട് എ ഡൊമെയിൻ. ഓപ്പൺ ആണത്, പക്ഷേ കണക്റ്റഡ് അല്ല. നെക്സ്റ്റ് ക്ലോസ്ഡ് സെറ്റ്. ഒരു സെറ്റ് ക്ലോസ്ഡ് ആണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആ സെറ്റിലെ എല്ലാ ബൗണ്ടറി പോയിന്റ്സുകളൊക്കെ ആ സെറ്റിലുണ്ടെങ്കിൽ ആ സെറ്റ് ക്ലോസ്ഡ് ആയിരിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സെറ്റ് ഓഫ് ഓൾ സെറ്റ് സച്ച് ദാറ്റ് 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് സെറ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. ഈ ഒരു കളക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബൗണ്ടറി പോയിന്റ്സ് മോഡ് സെറ്റ് ഈക്വൽ ടു 2 ആകുന്ന പോയിന്റ്സും മോഡ് സെറ്റ് ഈക്വൽ ടു 4 ആകുന്ന പോയിന്റ്സുമാണ്. അത് ക്ലിയർലി ഈ സെറ്റിലുണ്ട്, അതുകൊണ്ട് ഈ സെറ്റ് ക്ലോസ്ഡ് ആണ്. സെറ്റ് ഓഫ് ഓൾ സെറ്റ് സച്ച് ദാറ്റ് 0 ലെസ് ദാൻ മോഡ് സെറ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഇതെന്ന് പറഞ്ഞാൽ പങ്ക്ചേർഡ് ഡിസ്ക് ആണ്, അതായത് മോഡ് സെറ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്നുള്ള ബൗണ്ടറി അടക്കമുള്ളത്. എന്നിട്ട് ഈ സെൻറ്ററിലുള്ള 0 ഡിലീറ്റ് ചെയ്യുന്നു, ഡിലീറ്റഡ് നെയ്ബർഹുഡാണ്. സോ ഈ ഒരു പോയിന്റ്സുകളുടെ കളക്ഷൻ എടുത്താൽ ഈ സെറ്റ് നോട്ട് ഈ സെറ്റിൻ്റെ ബൗണ്ടറി പോയിന്റ്സ് ആണ്, പക്ഷേ ഈ ബൗണ്ടറി പോയിന്റ് ഈ സെറ്റിൽ വരുന്നില്ല. സോ 0 എന്ന് പറയുന്ന ഈ പോയിന്റ് ബൗണ്ടറി പോയിന്റ് ആണ്. ഈ ബൗണ്ടറി പോയിന്റ് ഈ സെറ്റിലെ പോയിന്റ് അല്ല, അതുകൊണ്ട് ഇത് ക്ലോസ്ഡ് അല്ല. അപ്പോൾ ഒരു ചില സെറ്റ്സുകൾ ഓപ്പണും ആയിരിക്കില്ല ക്ലോസ്ഡും ആയിരിക്കില്ല. ചില സെറ്റ് ഓപ്പണും ആയിരിക്കും ക്ലോസ്ഡും ആയിരിക്കും. നമ്മൾ സെറ്റ് ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഓപ്പണും ആണ് ക്ലോസ്ഡും ആണ്. ഒരു സെറ്റ് ഓപ്പൺ അല്ലാതിരിക്കാൻ അതിൽ ഒരു ബൗണ്ടറി പോയിന്റെങ്കിലും ഉണ്ടായാൽ മതി. ഒരു സെറ്റ് ക്ലോസ്ഡ് അല്ലാതിരിക്കാൻ ഒരു ബൗണ്ടറി പോയിന്റെങ്കിലും ആ സെറ്റിൽ ഇല്ലാതിരുന്നാൽ മതി. ഒന്നുകൂടി പറയാം, ഒരു സെറ്റ് ഓപ്പൺ ആകാതിരിക്കാൻ ആ സെറ്റിൽ ഒരു ബൗണ്ടറി പോയിന്റെങ്കിലും ഉണ്ടായാൽ മതി. ഒരു സെറ്റ് ക്ലോസ്ഡ് അല്ലാതിരിക്കാൻ ഒരു ബൗണ്ടറി പോയിന്റെങ്കിലും ആ സെറ്റിൽ ഇല്ലാതിരുന്നാൽ മതി. ഓക്കെ, ഒരു നെക്സ്റ്റ് ഡൊമൈൻ കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് റീജിയൻ ആണ്. എ റീജിയൻ ഇസ് എ കണക്റ്റഡ് സെറ്റ് വിത്ത് ഓൾ സം ഓർ നൺ ഓഫ് ഇറ്റ്സ് ബൗണ്ടറി പോയിന്റ്സ്. ഒരു കണക്റ്റഡ് സെറ്റിൽ ഒന്നുകിൽ എല്ലാ ബൗണ്ടറി പോയിന്റ്സും ഉണ്ടാകുക, അപ്പോൾ അതൊരു റീജിയൻ ആയിരിക്കും. അല്ലെങ്കിൽ കുറച്ച് ബൗണ്ടറി പോയിന്റ്സ്, അല്ലെങ്കിൽ ഒരു ബൗണ്ടറി പോയിന്റ്സും ഇല്ലാതിരിക്കുക. അങ്ങനെയുള്ള ഒരു കണക്റ്റഡ് സെറ്റിന് റീജിയൻ എന്നാണ് പറയുക.
ഡൊമൈൻ എന്ന് പറയുന്നത് ഓപ്പൺ കണക്റ്റഡ് സെറ്റ് ആയതുകൊണ്ട് അതിൽ ബൗണ്ടറി പോയിന്റ്സുകളൊന്നും ഉണ്ടാവില്ല, കാരണം അത് ഓപ്പൺ ആണ്. സോ അത് റീജിയന് ഒരു എക്സാമ്പിളാണ്. അപ്പോൾ എല്ലാ ഡൊമൈനും ഒരു റീജിയൻ ആണ് എന്ന് പറയാം. ഒരു റീജിയനിൽ എല്ലാ ബൗണ്ടറി പോയിന്റ്സും ഉണ്ടെങ്കിൽ നമ്മൾ ആ റീജിയനെ ക്ലോസ്ഡ് റീജിയൻ എന്ന് പറയും. ഇപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്ന ഈ എക്സാമ്പിള് 2 less than or equal to mod set less than or equal to 4, ഇത് കണക്റ്റഡ് ആണ്. ഇതിലെ എല്ലാ ബൗണ്ടറി പോയിന്റ്സും ഇൻക്ലൂഡഡ് ആണ്. സോ ഇതൊരു ക്ലോസ്ഡ് റീജിയൻ ആണ്. ദിസ് ഇസ് എ ക്ലോസ്ഡ് റീജിയൻ. ഇതെടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൽ എല്ലാ ബൗണ്ടറി പോയിന്റ്സും ഇല്ലേ, ഇത് കണക്റ്റഡ് ആണ്. ഏത് പോയിന്റ്സ് എടുത്തിട്ടുണ്ടെങ്കിലും അതിനെ കണക്ട് ചെയ്തുകൊണ്ട് പോളിഗണൽ ലൈന് ഇതിൽ കണ്ടെയ്ൻഡ് ആയിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും. സോ ഇത് കണക്റ്റഡ് ആണ്. എല്ലാ ബൗണ്ടറി പോയിന്റ്സും ഇല്ല, 0 എന്ന് പറയുന്ന ബൗണ്ടറി പോയിന്റ്സ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. പക്ഷേ ഇത് എന്താണ്, ഇതൊരു റീജിയൻ ആണ്. ഇനി മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മോഡ് സെറ്റ് മൈനസ് ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐ സെൻറ്ററായിട്ട് 2 റേഡിയസിലുള്ള ഒരു ഡിസ്കാണ്. സോ ഇതിൻ്റെ ബൗണ്ടറി പോയിന്റ്സുകളൊക്കെ ഇൻക്ലൂഡഡ് ആണ്. സോ ദിസ് ഇസ് എ ക്ലോസ്ഡ് റീജിയൻ. ഇതിനെ ക്ലോസ്ഡ് ഡിസ്ക് എന്ന് പറയുന്നു. നെക്സ്റ്റ്, ഒരു സെറ്റ് ബൗണ്ടഡ് ആകുന്നത് എപ്പോഴാണ്? ഒരു സെറ്റ് എസ് ബൗണ്ടഡ് ആവണമെന്നുണ്ടെങ്കിൽ ഇഫ് ദർ എക്സിസ്റ്റ് എ റിയൽ നമ്പർ ആർ ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് മോഡ് സെറ്റ് ഈസ് ലെസ് ദാൻ ആർ ഫോർ എവരി സെറ്റ് ഇൻ എസ് ആയിരിക്കണം. ഒരു സെറ്റ് ബൗണ്ടഡ് ആവണമെന്നുണ്ടെങ്കിൽ ഒരു റിയൽ നമ്പർ ആറ്, ഒരു പോസിറ്റീവ് റിയൽ നമ്പർ കണ്ടുപിടിക്കുക. ഒരു നോൺ നെഗറ്റീവ് റിയൽ നമ്പർ, നോൺ നെഗറ്റീവ് അല്ല, ഒരു പോസിറ്റീവ് റിയൽ നമ്പർ എക്സ് കണ്ടുപിടിക്കാൻ കഴിയണം സച്ച് ദാറ്റ് മോഡ് സെറ്റ് ഈസ് ലെസ് ദാൻ ആർ ഫോർ എവറി സെറ്റ് ബിലോങ്സ് ടു എസ്. എസ്സിലുള്ള ഏത് സെറ്റ് എടുത്താലും മോഡ് സെറ്റ് ഈസ് ലെസ് ദാൻ ആർ ആയിട്ടുള്ളത് കിട്ടണം എന്നാണ് ബൗണ്ടഡ്നെസ്സിൻ്റെ ഡെഫിനിഷൻ. സോ ഇതിനെ മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ഒരു സെറ്റ് എസ് ബൗണ്ടഡ് ആവണമെന്നുണ്ടെങ്കിൽ ഒറിജിൻ്റെ സം നെയ്ബർഹുഡിൽ എൻറ്റയർലി കംപ്ലീറ്റ് ആയിട്ട് എൻക്ലോസ് ചെയ്യാൻ പറ്റണം ഈ സെറ്റിനെ. അതായത് മറ്റൊരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദർ എക്സിസ്റ്റ് എ റിയൽ നമ്പർ ആർ സച്ച് ദാറ്റ് എസ് ഈസ് കണ്ടെയ്ൻഡ് ഇൻ ദി സർക്കിൾ മോഡ് സെറ്റ് ഈക്വൽ ടു ആർ. അതായത് ഈ ഒരു സെറ്റ് ബൗണ്ടഡ് ആവണമെന്നുണ്ടെങ്കിൽ സെൻറ്റർ 0 ഒറിജിൻ ആയിട്ടുള്ള ഒരു നെയ്ബർഹുഡ് അല്ലെങ്കിൽ സർക്കിൾ മോഡ് സെറ്റ് ഈക്വൽ ടു ആർ ഇതിനകത്ത് ഇങ്ങനെ എൻക്ലോസ് ചെയ്യാൻ കഴിയണം ഈ സെറ്റിനെ. അങ്ങനെയാണെങ്കിൽ ആ സെറ്റ് ബൗണ്ടഡ് ആണ് എന്ന് പറയാം. രണ്ട് തരത്തിൽ പറയുന്നുണ്ട്. ഒന്ന്, ഇഫ് ദർ എക്സിസ്റ്റ് എ റിയൽ നമ്പർ ആർ സച്ച് ദാറ്റ് മോഡ് സെറ്റ് ഈസ് ലെസ് ദാൻ ആർ ഫോർ എവറി സെറ്റ് ബിലോങ്സ് ടു എസ്. മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ ഒരു മോഡ് സെറ്റ് ഈക്വൽ ടു ഒരു ആർ എക്സിസ്റ്റ് ചെയ്യണം സച്ച് ദാറ്റ് മോഡ് സെറ്റ് ഈക്വൽ ടു ആർ എന്ന് പറഞ്ഞ സർക്കിളിൽ ഇത് എൻക്ലോസ്ഡ് ആയിരിക്കണം നമ്മുടെ സെറ്റ്. അങ്ങനെയാണെങ്കിൽ ബൗണ്ടഡ് എന്ന് പറയും. ഒരു സെറ്റ് ബൗണ്ടഡ് അല്ലെങ്കിൽ അതിനെ അൺബൗണ്ടഡ് എന്ന് പറയും. നമ്മൾ നേരത്തെ കണ്ട ആൻഡ്ലെസ് ഇല്ലേ, 2 less than മോഡ് സെറ്റ് ലെസ് ദാൻ 1, ഇത് ബൗണ്ടഡ് ആണ്. പക്ഷേ മോഡ് സെറ്റ് ഗ്രേറ്റർ ദാൻ 3 സെറ്റ് സച്ച് ദാറ്റ് മോഡ് സെറ്റ് ഗ്രേറ്റർ ദാൻ 3 അത് ബൗണ്ടഡ് അല്ല. കാരണം നമുക്കതിനെ ബൗണ്ട് ചെയ്യാൻ പറ്റില്ല. മോഡ് സെറ്റ് ഈക്വൽ ടു 3ൻ്റെ പുറത്തുള്ളതാണ്. ഇതിനെ നമുക്കൊരു സർക്കിളിൻ്റെ അകത്ത് എൻക്ലോസ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഇത് അൺബൗണ്ടഡ് ആണ്. ഇനി സ്കെച്ച് ചെയ്യുന്നത് എങ്ങനെയെന്നാണ് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊന്ന് സ്കെച്ച് ചെയ്യണം. റിയൽ സെറ്റ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആൻഡ് ഇമാജിനറി സെറ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. റിയൽ സെറ്റ് എന്ന് പറഞ്ഞാൽ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1ഉം ഇമാജിനറി സെറ്റ് എന്ന് പറഞ്ഞാൽ വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എക്സ് ഈക്വൽ ടു 1 എന്നുള്ള ലൈനാണ്. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭാഗം ഇതാണ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ ആക്സിസ്, ഇത് എക്സ് ആക്സിസ്, ഇതാണ് എക്സ് ഈക്വൽ ടു 1 എന്നുള്ളത്. സോ റിയൽ സെറ്റ് ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഈ റീജിയൻ.
and the imaginary set less than or equal to 1. Imaginary set എന്ന് പറഞ്ഞാൽ y less than or equal to 1 എന്ന് പറയുമ്പോൾ ഇവിടുന്ന് താഴത്തേക്കുള്ളത്. സോ ഇത് രണ്ടും വേണം, ആൻഡ് ആണ്. അപ്പോൾ ഇവിടെ ഈ രണ്ട് ഇതും വരുന്ന ഭാഗം, അതായത് അല്ല ഈ മോളത്ത് വരൂല, സോറി, കോമൺ പാർട്ടാണ് വരിക. കോമൺ പാർട്ട് എന്ന് പറയുമ്പോൾ ഇതാണ് കോമൺ പാർട്ട്. ഈ ഒരു ഏരിയ ആണ്, ഈ യെല്ലോ ഷെയ്ഡ് ചെയ്തിട്ടുള്ള റീജിയൻ ആണ് റിയൽ സെറ്റ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആൻഡ് ഇമാജിനറി സെറ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഈ ബൗണ്ടറിയും പെടുന്നുണ്ട്, ഈ ബൗണ്ടറിയും പെടുന്നുണ്ട്. സോ ഇത് ഒരു ക്ലോസ്ഡ് സെറ്റാണ്, കാരണം എല്ലാ ബൗണ്ടറി പോയിന്റ്സും ഇതിൽ വരുന്നുണ്ട്. അതുകൊണ്ട് ഇതൊരു ക്ലോസ്ഡ് സെറ്റാണ്. ഇത് ഓപ്പൺ അല്ല, കാരണം ബൗണ്ടറി പോയിന്റ്സ് വന്നുകൊണ്ട് ഇത് ഓപ്പൺ അല്ല. ഇത് ബൗണ്ടഡ് അല്ല, കാരണം നമുക്ക് ഒരു ഒറിജിൻ സെന്റർ ആയിട്ട് വരുന്ന ഒരു സർക്കിളിൽ ഇതിനെ എൻക്ലോസ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഇതൊരു അൺബൗണ്ടഡ് സെറ്റാണ്. ഇത് കണക്റ്റഡ് ആണ്, പക്ഷേ ഓപ്പൺ അല്ലാത്തതുകൊണ്ട് ഡൊമൈൻ അല്ല. കണക്റ്റഡ് ആയതുകൊണ്ട് ഇതൊരു റീജിയൻ ആണ്. ഇത്രയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ് മോഡ് 2Z + 3 > 4. ഇതിനെ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. 2 പുറത്തേക്ക് എടുക്കുക, മോഡ് Z + 3/2. Z + 3/2 എന്ന് പറഞ്ഞാൽ Z -3/2 > 4. ഈ 2നെ മറ്റേ സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ 4/2 2 എന്ന് വരും. സോ ദിസ് is of the form mod Z - Z0 > R. നമുക്കറിയാം മോഡ് Z - Z0 is equal to R എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എ സർക്കിൾ ആണ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു R എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്റീരിയർ ഓഫ് എ സർക്കിൾ ആണ്. ഗ്രേറ്റർ ദാൻ R എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്റ്റീരിയർ ഓഫ് എ സർക്കിൾ ആണ്. സോ അല്ലെങ്കിൽ നെയ്ബർഹുഡ്. -3/2 സെൻറ്റർ ആയിട്ട് 2 റേഡിയസ് വരുന്ന സർക്കിളിൻ്റെ എക്സ്റ്റീരിയർ ആണിത്. അതായത് -3/2 0 ഇവിടെ വരും. -3/2 0 സെൻറ്റർ ആയിട്ട് 2 റേഡിയസ് ഉള്ള സർക്കിൾ, ഇതിൻ്റെ എക്സ്റ്റീരിയർ. ബൗണ്ടറി വരുന്നില്ല, കാരണം സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ ആണ്, അതുകൊണ്ട് ബൗണ്ടറി ഇല്ല. ഇതിനെ ഡോട്ടഡ് ലൈൻസ് ഉപയോഗിച്ചിട്ട് വേണം വരയ്ക്കാൻ വേണ്ടിയിട്ട്. സോ ഈ പുറത്തുള്ള ഈ ഷെയ്ഡഡ് റീജിയൻ ആണ് നമ്മുടെ ഈ തന്നിരിക്കുന്ന മോഡ് 2Z + 3 > 4 റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇതിൽ ബൗണ്ടറി പോയിന്റ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ മോഡ് Z + 3 = 2 ആയിട്ടുള്ള പോയിന്റ്സുകളാണ് ബൗണ്ടറി പോയിന്റ്സ്. ഈ ബൗണ്ടറി പോയിന്റ്സ് ഒന്നും ഈ സെറ്റിൽ വരാത്തതുകൊണ്ട് ഇത് ഓപ്പൺ ആണ്, ഇത് ക്ലോസ്ഡ് അല്ല, ഇത് കണക്റ്റഡ് ആണ്. ഏത് രണ്ട് പോയിന്റ്സ് എടുത്താലും നമുക്ക് പോളിഗണൽ ലൈൻസ് കംപ്ലീറ്റ്ലി അതിൽ ലൈ ചെയ്യുന്ന തരത്തിൽ വരയ്ക്കാൻ കഴിയും. സോ കണക്റ്റഡ് ആണ്, ഓപ്പൺ ആണ്, കണക്റ്റഡ് ആണ്. അതുകൊണ്ട് ഇതൊരു ഡൊമൈൻ ആണ്, ഇതൊരു റീജിയൻ ആണ്. റീജിയൻ കണ്ടെയ്നിങ് നൺ ഓഫ് ഇറ്റ്സ് ബൗണ്ടറി പോയിന്റ്സ് ആണ്. ഇത് ബൗണ്ടഡ് അല്ല, കാരണം നമുക്കൊരു ഒറിജിൻ സെൻറ്റർ ആയിട്ടൊരു സർക്കിളിൻ്റെ അകത്ത് ഇതിനെ എൻക്ലോസ് ചെയ്യിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇത് ബൗണ്ടഡ് അല്ല. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ സെറ്റിനെ കുറിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ് എക്സാമ്പിൾ പറയുന്നതിന് മുന്നേ ഒരു ഇത് പറയാം. എലിപ്സിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാമെന്ന്. എലിപ്സിൽ 2 ഫോസൈ ഉണ്ടാവും, E1 E2 എന്നും പറഞ്ഞിട്ട്. ഈ E1 നിന്ന് E2 എന്നും ഉള്ള ഡിസ്റ്റൻസുകളുടെ ഒരു സെറ്റ് എന്ന് പറയുന്ന പോയിന്റ് ഈ എലിപ്സിലെ പോയിന്റ് ആവണമെന്നുണ്ടെങ്കിൽ സെറ്റിൽ നിന്ന് E1ലേക്കുള്ള ഡിസ്റ്റൻസും സെറ്റിൽ നിന്ന് E2ലേക്കുള്ള ഡിസ്റ്റൻസും കൂടിയിട്ട് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ കോൺസ്റ്റന്റ് ആയിരിക്കണം. ആ കോൺസ്റ്റന്റ് 2a 2 × മേജർ ആക്സിസിന്റെ ലെങ്ത് അതിന് ഈക്വൽ ആണെങ്കിലാണ് അങ്ങനെയുള്ള പോയിന്റ്സുകളുടെ കളക്ഷൻ ആയിരിക്കും എലിപ്സ്. മറ്റു തരത്തിൽ പറഞ്ഞാൽ എലിപ്സ് ഈസ് ദി ലോക്കസ് ഓഫ് പോയിന്റ് സം
points, locus of points, sum of whose distances from E1 and E2. Sum of whose distances from two foci is length of major axis. അങ്ങനെയാകുന്ന പോയിന്റ്സുകളുടെ കളക്ഷനെയാണ് എലിപ്സ് എന്ന് പറയുക. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണേണ്ടത് മോഡ് സെറ്റ് മൈനസ് 1 പ്ലസ് മോഡ് സെറ്റ് പ്ലസ് 1 ലെസ് ദാൻ 4. ഇതിൽ മോഡ് സെറ്റ് മൈനസ് 1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1 0 എന്ന് പറയുന്ന പോയിന്റും സെറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. മോഡ് സെറ്റ് പ്ലസ് 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഡ് സെറ്റ് മൈനസ് 1 ദാറ്റ് ഈസ് -1 0യും സെറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ അങ്ങനത്തെ രണ്ട് ഡിസ്റ്റൻസുകൾ സമ്മ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലെസ് ദാൻ 4 കിട്ടണം എന്നാണ് പറയുന്നത്. സോ ദിസ് റെപ്രസെൻറ്റ്സ് ഈ ഫോമാണ്. സോ ദിസ് റെപ്രസെൻറ്റ്സ് ദി ഇൻറ്റീരിയർ ഓഫ് ആൻ എലിപ്സ്. ഇതിങ്ങനെ വരും. 1 0 എന്ന് പറയുന്ന പോയിന്റ് ഒരു ഫോക്കസ്, -1 0 എന്ന് പറയുന്ന രണ്ടാമത്തെ ഫോക്കസ്, ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസും കൂട്ടിയാൽ 4, അതിൻ്റെ ഇൻറ്റീരിയർ. സോ ഇതാണ് ഈ എഴുതിയിരിക്കുന്ന സെറ്റ്. ഇത് സെറ്റ് സ്ട്രിക്ട്ലി ലെസ് ദാൻ ആണ്. ഇതിൻ്റെ ബൗണ്ടറി പോയിന്റ്സുകളൊന്നും ഇൻക്ലൂഡഡ് അല്ല, ഇത് ഡോട്ടഡ് ആണ്. സോ ഇത് ഓപ്പൺ സെറ്റാണ്. പക്ഷേ ഇത് ക്ലോസ്ഡ് അല്ല, കാരണം ബൗണ്ടറി പോയിന്റ്സ് എലിപ്സിൻ്റെ മുകളിലുള്ള പോയിന്റ്സ് ഇതിൽ ഇൻക്ലൂഡഡ് അല്ല. അതാണ് ബൗണ്ടറി പോയിന്റ്സ്. സോ ബൗണ്ടറി പോയിന്റ്സ് ഇതിൽ ഇൻക്ലൂഡഡ് അല്ല. ഇത് കണക്റ്റഡ് ആണ്. അപ്പോൾ ഓപ്പൺ കണക്റ്റഡ് ആയതുകൊണ്ട് അതൊരു ഡൊമൈൻ ആണ്, ഇതൊരു റീജിയൻ ആണ്. പിന്നെ ഇത് ബൗണ്ടഡ് ആണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോഡ് സെറ്റ് ഈക്വൽ ടു 2 എടുത്താൽ മതി. മോഡ് സെറ്റ് ഈക്വൽ ടു 2 എന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ ആ സർക്കിളിൻ്റെ അകത്ത് നമുക്ക് ഈ എലിപ്സിനെ എൻക്ലോസ് ചെയ്യിക്കാൻ പറ്റും. സോ ദിസ് ഇസ് എ ബൗണ്ടഡ് സെറ്റ്.